ഫൈൻ ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന RLVSന്റെ നേതൃത്വത്തിൽ ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തട്ടേക്കാട് പക്ഷി സംഗീതത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ കാട്, മനുഷ്യൻ, മൃഗം എന്നതാണ് വിഷയമായത്. ആഗസ്റ്റ് 15, 16, 17 തീയതികളിലാണ് തട്ടേക്കാട് പക്ഷി സംഗീതത്തിൽ ചിത്രരചനാ ക്യാമ്പ് നടന്നത്. കാട്, മനുഷ്യൻ, മൃഗം എന്നതായിരുന്നു ക്യാമ്പിന്റെ വിഷയം. കേരള വനം വകുപ്പ്, തട്ടേക്കാട് പക്ഷി നിരീക്ഷണ കേന്ദ്രം എന്നിവരുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ 25-ൽ പരം ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് പങ്കെടുത്തത്. മനുഷ്യരും മൃഗങ്ങളുമൊക്കെയായി ഇഴപിരിയാനാവാത്ത ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നവരാണ് നാമെല്ലാം. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ ജീവവ്യവസ്ഥകളിൽ ചില ഇടപിരിയലുകളും സങ്കീർണതകളും സംഭവിക്കാറുണ്ട്. ഇതിന്റെ ഫലമായി മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളും സംഭവിക്കാറുണ്ട്. പ്രശസ്ത ചിത്രകാരൻ ടോം വട്ടക്കുഴിയാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യാതിഥിയായി ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ
ജി ജയചന്ദ്രൻ പങ്കെടുത്തു. തട്ടേക്കാട് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേഫ്, ക്യാമ്പ് ഡയറക്ടർ ജനാർദ്ദനൻ KV, RLVS പ്രസിഡന്റ് അനിൽ MK, സെക്രട്ടറി TK വിൽസൺ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നമസ്കാരം, എന്റെ പേര് വിൽസൺ. ഞാൻ RLVSന്റെ സെക്രട്ടറിയാണ്. RLVS എന്ന് പറയുന്ന തൃപ്പൂണിത്തുറ RLV കോളേജിലെ ഒരു അലുമിനി അസോസിയേഷനാണ്. ഞങ്ങളിപ്പോൾ ഈ വനം വകുപ്പും തട്ടേക്കാട് പക്ഷി സങ്കേതവുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പെയിന്റിംഗ് ക്യാമ്പാണ്. അപ്പോൾ ഇവിടെ 30ഓളം കലാകാരന്മാരാണ് ഇതിലിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 15, 16, 17 തീയതികളിലാണ്. ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരെല്ലാവരും തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. RLVയിൽ പഠിച്ചിട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, വെളിയിൽ നിന്നുള്ള കലാകാരന്മാരുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സീനിയർ കലാകാരന്മാരാണ്. എൻ്റെ പേര് സരസ്വതി. ഞാൻ എറണാകുളം ജില്ലയിലെ വാഴക്കുളത്തിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഇതിനു മുമ്പ് ക്യാമ്പിന് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും സന്തോഷം പകരുന്നൊരു ക്യാമ്പ് പങ്കെടുത്തിട്ടില്ല. KCCയുടെ ക്യാമ്പ്, അങ്ങനെ പല ക്യാമ്പിലും പങ്കെടുത്തിട്ടുണ്ട്. എനിക്കിത് നല്ലൊരു അനുഭവമാണ്. കുറേ കലാകാരന്മാരെ പരിചയപ്പെടാനും പുതിയവരെ പരിചയപ്പെടാനും അവരുടെ വർക്കുകൾ കാണാനും പറ്റി. അത് വളരെ സന്തോഷം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. വളരെ സന്തോഷം. ഇങ്ങനെയുള്ള ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ വരുന്നത് മൂവാറ്റുപുഴയ്ക്കപ്പുറം മണ്ണത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. RLVSൻ്റെ ഈ ഒരു ക്യാമ്പിൽ വരാൻ കഴിഞ്ഞത് വളരെ എൻ്റെ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും, അതുപോലെ ഈ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്ത RLVSന് ആദ്യമായി ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. കൂടാതെ ഈ ഒരു വിഷയം കാട്, മനുഷ്യൻ, മൃഗം, അത് ഒരു ബൃഹത്തായ ഒരു വലിയ കോൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നുവാണ്. കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ അന്നേരം തോന്നിയൊരു ഐഡിയയിൽ വെച്ച് ചെയ്തൊരു ചിത്രമാണ്. അപ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാനിവിടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും എൻ്റെ ഒരു ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വളരെ ഹൃദ്യമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു ക്യാമ്പായിരുന്നു ഇത്. നമസ്കാരം, എൻ്റെ പേര് മുരളീന്നാണ്. ഞാനൊരു മ്യൂറൽ ആർട്ടിസ്റ്റാണ്. എങ്കിൽ തന്നെങ്കിലും ഇങ്ങനത്തെ ഒരു ഫൈനായിട്ട് ഒരു ക്യാമ്പിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട്. RLVSനോട് വളരെ നന്ദിയുണ്ട്. എൻ്റെ പേര് പ്രകാശ്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാം എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ഇതുപോലെ ഒരു ആദ്യ മനുഷ്യൻ എന്നൊരു പ്രോഗ്രാം പെയിൻറ്റിങ് ക്യാമ്പിന് പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ആർട്ടിസ്റ്റുമാരെ കണ്ടു. അവരിൽ നിന്ന് കൂടുതൽ പഠിക്കാനും പറ്റി. ഞാനിങ്ങനെ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഇവിടെ വന്നതിന് ശേഷം കുറേ ആർട്ടിസ്റ്റ്, കുറേ സാറന്മാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അതിൽ നിന്ന് കൂടുതൽ എനിക്ക് ഞാൻ ചെയ്ത പെയിൻറ്റിങ്ങിനെ കുറിച്ച് അതിൽ തെറ്റുകളുണ്ടായതെല്ലാം തിരുത്താൻ എന്നെ ഒന്ന് സാധിക്കാൻ പറ്റി. ഞാൻ ഉദയരാജ്, ചിത്രകല അധ്യാപകനാണ്. RLVയിലെ വിദ്യാർത്ഥിയായിരുന്നു. 80-88 കാലഘട്ടത്തിൽ RLVയിൽ നിന്ന് ഫൈൻ ആർട്സിൽ പോസ്റ്റ് ഡിപ്ലോമ കഴിഞ്ഞ് ഒരു ചിത്രകലാ അധ്യാപകനായി ആയിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 4-5 വർഷമായി. നമ്മുടെ RLVSൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ് ഞാൻ, സജീവ അംഗമാണ് ഞാൻ. RLVSൻ്റെ തുടക്കകാലം മുതൽ ഈ നിമിഷം വരെ ഇതിനോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഓരോ പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുന്നതോടുകൂടി തന്നെ കൂടുതൽ എനിക്ക് അഭിമാനം തോന്നും. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്നവരൊക്കെയായി ഒരുമിച്ച് നിന്ന് പോകാൻ ഈ RLVS ഈ സംഘടന സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ചിത്രകലയുടെ സജീവമായ പൂർണ്ണമായ വളർച്ചയ്ക്ക് ഇതിൻ്റെ ഒരു പ്രവർത്തനം, അതായത് ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, അതുപോലെ ശില്പശാലകൾ സംഘടിപ്പിക്കുക, അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ RLVSൻ്റെ പ്രവർത്തകർ ചെയ്തു വരുന്നുണ്ട്. അതിൽ പങ്കാളിയാവാൻ എനിക്കും കഴിയുന്നുണ്ട് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാനിപ്പോൾ പത്തനംതിട്ടയിലാണ്. ഈ ക്യാമ്പ് നടക്കുന്നത് തട്ടേക്കാടാണ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് എൻ്റെ 2 സുഹൃത്തുക്കളെയും കൂടി ഞാൻ ഇതിനകത്ത് പങ്കെടുപ്പിക്കാനായിട്ട്, ഇതിൻ്റെ പ്രവർത്തനം കാണിക്കാനും ഈ ചിത്രകല ക്യാമ്പിൽ സജീവമായി നിൽക്കുന്നവരുടെ ഒരു മാനസികമായ നില, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇന്നലത്തെ നമ്മുടെ പ്രവർത്തനമൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷത്തോടെയാണ്
അവർ അതിന് പ്രതികരിച്ചത്, എന്നോട് അഭിപ്രായം പറഞ്ഞത്. എത്ര സജീവമായ കൂട്ടായ്മയാണ് നിങ്ങളുടേത്, ഇത് ഇനിയും ഒരുപാട് വളരും എന്ന് അവർ ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നത് എനിക്ക് അഭിമാനിക്കാൻ. 15, 16, 17 തീയതികളിൽ തട്ടേക്കാട് വെച്ച് നടത്തപ്പെട്ട ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ RLVSൻ്റെ ക്യാമ്പ് അതിമനോഹരമായിട്ട് നല്ല ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. എല്ലാവരും പങ്കെടുത്തു. അതിൽ ഔട്ട്സൈഡിൽ നിന്ന് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ലൊരു നമുക്ക് വിജയത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അഡ്വൈസറി മെമ്പർ എന്ന നിലയ്ക്ക് ഇവിടെ നമുക്കിത് ചെയ്യാനൊക്കെ സാധിച്ചില്ല. എല്ലാവർക്കും എൻ്റേതായ പ്രത്യേക രീതിയിൽ നന്ദിയും കടപ്പാടും ഒക്കെ ഗ്രൂപ്പിനോടും അതിന് പങ്കെടുത്ത എല്ലാവരോടും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എന്ന് സോമൻ എലഞ്ഞി. നമസ്കാരം, എൻ്റെ പേര് സുമേഷ് കാർക്കന്തൻ, സ്വദേശം പാലയാണ്. ഞാൻ ഈ RLVSൻ്റെ കൂടെ ആദ്യത്തെ എൻ്റെ ഒരു ക്യാമ്പാണ്. ഈ ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു ക്യാമ്പായിരുന്നു. ഞാൻ വരച്ച ചിത്രത്തിനേക്കാൾ മെച്ചമായിട്ട് എനിക്ക് തോന്നിയത് ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് പേരുടെ ചിത്രങ്ങൾ വരയ്ക്കുന്ന രീതികൾ കാണാനും ആ ചിത്രങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും പറ്റിയത് വളരെ ഗുണപ്രദമായിട്ട് എനിക്ക് തോന്നി. കാട് മനുഷ്യൻ മൃഗം എന്ന തട്ടേക്കാട് നടന്ന ക്യാമ്പ് ഞാൻ അതിൽ ചെയ്ത ഒരു പെയിൻറ്റിങ്ങാണ്. ഇത് കാട്, പുഴ, ഇതൊക്കെ പച്ചപ്പ്, ഒരു പുല്ല്, ഗ്രാസിൻ്റെ ഒരു ഞാനാണ് ഉദ്ദേശിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഷോർട്ടായിട്ട് കാടിൻ്റെ ഒരു ഫോം പോലെയാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത് കാട് ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ കുറച്ച് വർക്ക് തീരാനുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വർക്ക് തീരാനുണ്ട്. ഹലോ, ഞാൻ ടെൻസിൻ അഗസ്റ്റിൻ, എറണാകുളത്ത് നിന്നാണ് വരുന്നത്. RLVS ഭയങ്കര പ്രൊഫഷണലി ഓർഗനൈസ് ചെയ്ത ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ് കഴിഞ്ഞതിൻ്റെ വലിയൊരു കാര്യം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പയിൻ അറ്റൻഡ് ചെയ്യേണ്ട പങ്കെടുക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആംബിയൻസിൽ ഈ കാടിൻ്റെ ഈ സൗണ്ടിലും അതിൻ്റെ സ്മെല്ലിലും ഇത് വർക്ക് ചെയ്യാൻ നല്ലൊരു ആംബിയൻസ് ഒരുക്കി തന്ന ഈ RLVSന് അതിനോട് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു. നല്ല രീതിയിൽ കുറേ പ്രൊഫഷണൽസായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലാണ്. ഇവിടെ നടക്കുന്ന ത്രിദിന ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ്. RLVS ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം കൂടി ഈ പ്രോജക്റ്റിനുണ്ട്. ഇത് 3ാമത്തെ ദിവസമാണ്. വളരെ നല്ല സംഘാടക മികവ് കൊണ്ട് വളരെ ശ്രദ്ധേയമായൊരു ക്യാമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേര് ജിജി സാബ്. RLVSലായിരുന്നു പഠിച്ചതൊക്കെ. ഇന്ന് ഞങ്ങളുടെ ഇവിടെ RLVSൻ്റെ ഒരു ക്യാമ്പായിരുന്നു. 3 ദിവസത്തെ ക്യാമ്പായിരുന്നു. നല്ല എന്താ പറയുക, ഒരു പ്രത്യേക അനുഭവമായിരുന്നു. നല്ലൊരു പ്രത്യേക ഫീലായിരുന്നു അതിന്. ഞങ്ങൾ വന്ന ദിവസം മുതൽ ഇന്ന് വരെ നല്ല മഴയാണ്. ആ മഴയത്ത് ഞങ്ങളുടെ കുറേ കളേഴ്സ്, ഞങ്ങൾ കുറച്ച് അധികം പേരുണ്ട്, ഞങ്ങളുടെ കളേഴ്സും മഴയും നല്ല ഒരു എന്താ പ്രകൃതി ഞങ്ങളോട് കൂടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞങ്ങൾ ഈ കാട് മനുഷ്യൻ മൃഗം എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞങ്ങളുടെ ഈ ക്യാമ്പ് ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഓരോ ചിത്രങ്ങളും അതിൻ്റേതായ ഒരു ഭാവന എങ്ങനെയൊക്കെ വന്നു എന്നറിയില്ല, അതുപോലെ ഓരോ ചിത്രങ്ങളും നല്ല മനോഹരമായിരുന്നു. എൻ്റെ ഒരു പ്രശാന്ത്, ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. പിന്നെ RLVSൻ്റെ ക്യാമ്പിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ സുഹൃത്ത് വഴിയാണ്. പിന്നെ അറിഞ്ഞു ഇവിടെ വന്നു. നല്ലൊരു അന്തരീക്ഷം, നല്ല കുറച്ച് ആർട്ടിസ്റ്റുകൾ, നല്ല സംഘാടകർ, ഇവരുടെ കൂടെ 3 ദിവസം ക്യാമ്പിൽ പങ്കെടുത്തത് മറക്കാനാവാത്ത, ഞാൻ പങ്കെടുത്ത ബെസ്റ്റ് ക്യാമ്പുകളിലൊന്നായിട്ട് എനിക്ക് പറയാം. കാട് മനുഷ്യൻ മൃഗം ആ ഒരു ടൈറ്റിലിൽ നല്ല ഒരു ആംബിയൻസിൽ തന്നെയാണ് ആ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ആസ്വദിച്ച് കാടിൻ്റെ ആ ഒരു വശ്യത നമുക്ക് പകർത്താൻ പറ്റി. വളരെ സന്തോഷം. എൻ്റെ പേര് KC അപ്പൻ.
ഞാൻ മൂവാറ്റുപുഴ എന്നാണ് RLVസിൻ്റെ പിന്നെ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി സലീം അലി അവർ ഈ ലൊക്കേറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്ത് വരാൻ പറ്റിയത്, ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് ഭാഗ്യം ചെയ്യണം. ഞാൻ അജയ് ജോർജ്, ഞാൻ വരാപ്പുഴയിൽ നിന്ന് വരുന്നത്. ഞാൻ RLVയിലെ സ്റ്റുഡൻ്റ് അല്ല. ഞാൻ ഈ ക്യാമ്പിലേക്ക് വരാൻ മിൽസിജാറിന് ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഞാൻ മിൽസിജാറിന് മെസ്സേജ് കൊടുത്ത് വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ 2 ദിവസം നല്ലൊരു അറ്റ്മോസ്ഫിയറും ഒരുപാട് സുഹൃത്തുക്കളെയും കിട്ടി. നല്ലൊരു അനുഭവമായിരുന്നു. വീണ്ടും ഇതേപോലുള്ള ക്യാമ്പുകളിൽ കാണാം. നമസ്കാരം, എൻ്റെ പേര് മെജോ, തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. FP നിന്നാണ് ഇങ്ങനൊരു ക്യാമ്പ്, ചിത്രകലാ ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഈ ക്യാമ്പിൻ്റെ തീമിന് എനിക്ക് വളരെ ആകർഷിക്കുന്നതായിരുന്നു. കാട്, മനുഷ്യൻ, മൃഗം, ഒരുപാട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു തീമാണത്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഞാൻ ഒരു കോൺടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ വിൻസെൻ്റ് സാറിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഈ ക്യാമ്പിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് RLVs നടത്തുന്ന ഒരു ക്യാമ്പായതുകൊണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആവുമെന്ന് എനിക്ക് വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ വന്നത്. എൻ്റെ പ്രതീക്ഷകളെ നിരാശപ്പെടുത്താത്ത രീതിയിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നിൽക്കുന്ന തട്ടേക്കാട് ഈ ബേർഡ് സാങ്ച്വറിയുടെ പ്രദേശത്ത് നമുക്ക് ഈ ക്യാമ്പ് സംഘടിപ്പിക്കാനും അതോടൊപ്പം 27 കേരളത്തിലെ പ്രഗത്ഭ ചിത്രകാരന്മാരെ പങ്കെടുപ്പിക്കാനും കഴിഞ്ഞതിൽ നമുക്ക് സന്തോഷമുണ്ട്. വളരെ ഭംഗിയായിട്ട് ഈ ക്യാമ്പ് നടത്താൻ എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. പാട്ടും കളിയും വരയുമായി 3 ദിവസം എങ്ങനെ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രയ്ക്കും ഭംഗിയായിരുന്നു. നമ്മൾ വൈക്കത്ത് വെച്ച് പെയിൻറ്റിങ് ക്യാമ്പ് ഒരു പ്രാവശ്യം നടത്തി. രണ്ടാമത് തട്ടേക്കാട് വെച്ച് പെയിൻറ്റിങ് ക്യാമ്പ് നടത്തി. മൂവാറ്റുപുഴ വെച്ച് വുഡ്കട്ട് വർക്ക്ഷോപ്പ് നടത്തി. അരിക്കുട വെച്ച് നമ്മൾ ക്ലേ മോഡലിങ്ങിൻ്റെ ക്യാമ്പ് നടത്തി. ഓരോ ക്യാമ്പും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞത് RLVസിലെ ഭാരവാഹികളുടെ കൂട്ടായ്മയുടെ പ്രയത്നഫലമാണ്. അതോടൊപ്പം RLVസിലെ അംഗങ്ങളുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇത്തരം പരിപാടികൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഓരോ പ്രാവശ്യവും നമുക്ക് നടത്താൻ കഴിഞ്ഞത്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജനാർദ്ദൻ എന്നാണ്. ഞാൻ RLVs എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഭാരവാഹിയാണ്. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു നിമിഷം ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ RLVസിൻ്റെ ഒരു പെയിൻറ്റിങ് ക്യാമ്പ് ഇന്ന് ഈ തട്ടേക്കാട് സമാപിക്കുന്ന ഒരു ദിവസമാണെന്ന്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയുകയാണ്, ഇതുവരെ നടന്ന നമ്മുടെ RLVസിൻ്റെ എല്ലാ പരിപാടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ രസകരമായിട്ട് പങ്കെടുത്ത എല്ലാ ആർട്ടിസ്റ്റുമാരും, RLVസിൻ്റെ മെമ്പേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ വെളിയിൽ നിന്നുള്ള ആർട്ടിസ്റ്റുമാരാണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ രസകരമായ രീതിയിൽ ഒരു ക്യാമ്പ് അവസാനിക്കുന്ന ദിവസമാണ് ഇന്ന്. ഈ ക്യാമ്പ് ഇവിടെ അവസാനിക്കുകയാണല്ലോ എന്നുള്ളൊരു വിഷമം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത്രയ്ക്ക് വളരെ ഭംഗിയായിട്ട് പങ്കെടുത്ത എല്ലാ ആർട്ടിസ്റ്റുമാരും എല്ലാ രീതിയിലും, പെയിന്റിങ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏകദേശം ഒരു രാത്രി 10-12 മണി വരെ പാട്ടും അതേപോലെ തന്നെ എല്ലാ രീതിയിലുള്ള തമാശകളും ഒക്കെ ആയിട്ട് ക്യാമ്പ് വളരെ രസകരമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇന്നത്തോടുകൂടി നമ്മളുടെ ഈ ക്യാമ്പ് ഇവിടെ അവസാനിക്കുകയാണ്. എങ്കിൽ പോലും നമ്മുടെ RLVസിന്റെ ഇതുവരെ നടന്ന എല്ലാ പരിപാടികളിൽ നിന്നും ഏറ്റവും രസകരവും ഏറ്റവും ആസ്വാദനപരവുമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മളുടെ ഈ ഒരു പെയിന്റിംഗ്. തട്ടേക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആയതുകൊണ്ട് അതിന്റെ ഒരു സ്പെഷ്യൽ ഒരു എഫക്റ്റ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. എങ്കിൽ പോലും നമ്മൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളും അതേപോലെ തന്നെ ഓഡിറ്റോറിയമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് മഴ നമ്മൾക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. എല്ലാ രീതിയിലും മഴയും അതേപോലെ തന്നെ ചിത്രവരയും പാട്ടും അതേപോലെ തന്നെ ഭക്ഷണം എല്ലാ കാര്യങ്ങളും വളരെ രസകരമായിട്ട്, ആരും അതിനെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. വർക്കുകളാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള വർക്കുകളാണ് ഇതുവരെ നമ്മളെല്ലാവരും ഈ പെയിന്റിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു ഭാരവാഹി അല്ലെങ്കിൽ RLVസിന്റെ ഒരു ക്യാമ്പിന്റെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനും വളരെ സന്തുഷ്ടനാണ്, വളരെ സന്തോഷമാണ്. നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ള RLVസിന്റെ എല്ലാ പരിപാടികളിലും തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം, നമ്മുടെ RLVസിന്റെ മെമ്പേഴ്സിന് അറിയാം, അതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മളെ നല്ല സംഘടനയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അറിയാം.
RLVS എന്ന് പറയുന്ന സംഘടന നടത്തുന്ന ഓരോ പ്രോഗ്രാംസും വളരെ ഭംഗിയായിട്ട് നമ്മൾക്ക് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഓരോ ഭാരവാഹികളുടെയും വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹകരണം തന്നെയാണ് അതിൻ്റെ വിജയം. അതേപോലെ തന്നെ എൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരും അതിനകത്ത് പങ്കെടുക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നേതൃസ്ഥാനത്ത് നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു RLVS എന്ന് പറയുന്ന സംഘടനയുടെ ഉദ്ദേശവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു കൺസേണും നമ്മളുടെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും നമ്മുടെ RLVSന്റെ അതേപോലെ തന്നെ RLVS അല്ലാതെ വെളിയിൽ നിന്നും പങ്കെടുത്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ ഒരു ക്യാമ്പിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു സ്നേഹവും ഒക്കെ ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. RLVSന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി, നമസ്കാരം. നമസ്കാരം. RLVSന്റെ പ്രസിഡന്റ് അനിൽ തൊടുപുഴയാണ്. RLVSന്റെ നേതൃത്വത്തിൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണത്തോടെ കാട്, മനുഷ്യൻ, മൃഗം എന്ന പേരിലുള്ള ഒരു ത്രിദിന പെയിൻറ്റിംഗ് ക്യാമ്പ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഏറെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയായിരുന്നു നമ്മൾ തിരഞ്ഞെടുത്തത്. 28ഓളം പെയിൻറ്റേഴ്സ് ഈ പ്രകൃതി മനോഹരമായ കാടിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. ഒന്നിനൊന്ന് മികവുറ്റ നല്ല നല്ല ചിത്രങ്ങൾ മാത്രമാണ് ഇവിടെ മുഴുവൻ പേരും വരച്ചിട്ടുണ്ട്. എല്ലാ ചിത്രകാരന്മാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ക്യാമ്പിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്നുള്ളത് RLVSലെ അംഗങ്ങളെ കൂടാതെ മറ്റു പുറത്തു നിന്നുള്ള നിരവധി അംഗങ്ങളാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഈ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും തട്ടേക്കാട് വൈൽഡ് ലൈഫ് ബേർഡ് സാങ്ച്വറിയുടെ അതോറിറ്റിയും ചേർന്നിട്ടാണ്. കേരള വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഔസേബ് സാറ്, അതുപോലെ നമ്മുടെ ഇടുക്കി ഡിവിഷൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടുക്കി ഡിവിഷൻ്റെ ജയേന്ദ്രൻ സാറ്, പിന്നെ ട്രിവാൻഡ്രത്തു നിന്നുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, അതുപോലെ നമ്മുടെ ഹസൻ, അതുപോലെ ശ്രീലൻ, അതുപോലെ നമ്മുടെ ജനാർദ്ദൻ, നമ്മുടെ പ്രസിഡന്റ് അനിൽ, അങ്ങനെ എല്ലാവരും ഇതിൽ വളരെയേറെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കലാകാരന്മാരെല്ലാം വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഔട്ട്ഡോർ ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. തട്ടേക്കാട് എന്ന് പറഞ്ഞാൽ ഒരു വനമേഖലയും വനത്തിൻ്റെ ഉള്ളിലുമാണ്. നല്ല മഴയും ഫുൾ ടൈം മഴയായിരുന്നു. അപ്പോൾ മഴയുടെ ഒരു ആംബിയൻസ് തന്നെയായിരുന്നു ഇവിടെയും. അത് വളരെ നന്നായി നമ്മളുടെ കലാകാരന്മാരെല്ലാവരും എൻജോയ് ചെയ്തു. അവരുടെ വർക്കുകളിലും അത് കാണാനുണ്ട്. എല്ലാം നന്നായിട്ട് ചെയ്തു. RLVSന്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയേറെ സന്തോഷം. നമ്മളുടെ സംഘടനയിൽ നിന്ന് അല്ലാത്തവരുമായിട്ടുള്ള ഒരു പറ്റം സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ, അത് എറണാകുളത്തൊക്കെ നമുക്ക് അറിയാവുന്നവരും അല്ലാത്തവരും ആയിട്ടുള്ള ഒരു പറ്റം നല്ല സുഹൃത്തുക്കളും നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരുടെ എല്ലാ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്യാമ്പുകൾ ഇനിയും നമുക്ക് ചെയ്യണം. നമുക്ക് വേറെയും പല ആംബിയൻസിൽ വേറെയും പല സ്ഥലങ്ങളിലും ചെയ്യണം എന്ന് അവരും ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാം. ഏതായാലും സന്തോഷം. ഇന്ന് ഉച്ചയോടുകൂടി ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.